നമ്മുടെ S24 പ്രൈസ് ഇപ്പൊ റിവീൽ ആയിട്ടുണ്ട് ഇന്നലെ നമ്മുടെ ഫ്ലിപ്കാർട്ടില് 39,999 ആണ് പ്രൈസ് വന്നേക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വിത്തൗട്ട് കാർഡ് ഓഫറിങ്ങുകളൊക്കെ ആയിരിക്കും. എന്തായാലും 128GB വേർഷന്റെ പ്രൈസ് ആയിരിക്കുമല്ലോ. ഞാൻ എന്തായാലും ഈ 2025 128GB എടുക്കാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്തായാലും ഇപ്പോൾ iPhone 16 ആയാലും നിങ്ങൾക്ക് അറിയാം, എന്താ പറയാ, അത് 128GB വേരിയന്റിലാണ് 51,999 വന്നേക്കുന്നത്. 256GB പ്രൈസ് വന്നേക്കുന്നത് 60 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 10,000 ഡിഫറൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാർഡ് ഓഫർ കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ കാർഡ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ മിക്കതും ഒരു 5,000 രൂപയെങ്കിലും കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ S24 കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 256GB ഇൻക്ലൂഡിംഗ് കാർഡ് ഓഫർ ഒരു 40 രൂപയ്ക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല ഡീൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു 40,000 റേഞ്ചിൽ നിങ്ങൾ ഒരു അത്യാവശ്യം നല്ലൊരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന സാധനം തന്നെയാണ് S24 വിത്ത് സ്നാപ്ഡ്രാഗൺ Gen 3 ആണ് വരുന്നത്. അപ്പോൾ ഇഷ്യൂസും കാണാനൊന്നുമില്ല. പെർഫോമൻസിൽ ചിത്ര ഗാലാക്സിനോസ് ആയിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അതിപ്പോൾ ഇത് ആൾക്കാർക്ക് തീരെ പിടിക്കാത്തൊരു പരിപാടിയാണെന്നല്ലോ. അപ്പോൾ ഇതൊരു നല്ല ഡീലായിട്ട് തന്നെ കാണാമെന്ന് വെച്ചാൽ പ്രൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ. അപ്പോൾ നല്ല ശരിക്കും ഇതാണ് കറക്റ്റായിട്ട് ഇവർ ലോഞ്ച് ചെയ്യേണ്ട ഒരു പ്രൈസ്. ബാക്കിയൊക്കെ ഒരു ഓവർ പ്രൈസ് അവരുടെ ബ്രാൻഡ് വാല്യൂ ഇതൊക്കെ നോക്കിയിട്ട് ലോഞ്ച് ചെയ്യുന്നതാണ്. അതിന്റെ ഡബിൾ പ്രൈസിലൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. ഇതാണ് ഒരു കറക്റ്റ് പ്രൈസ്, ഒരു വാല്യൂ ഫോർ മണി പ്രൈസ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ S24 അൾട്രയും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ലോഞ്ച് ചെയ്ത പ്രൈസിന്റെ പകുതി പ്രൈസിലായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും റിവീൽ ആയിട്ടില്ല, ഞാനും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് റിവീൽ ആകുമ്പോൾ നമുക്ക് അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ.